കണ്ണൂർ പയ്യന്നൂരിൽ വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് വയോധികയുടെ സ്വർണം കവർന്ന പ്രതി പിടിയിൽ. കുക്കാനം സ്വദേശി രാജേന്ദ്രനാണ് പിടിയിലായത്. കൊരവേൽ സ്വദേശി സാവിത്രിയുടെ 2.25 പവന്റെ സ്വർണമാണ് പ്രതി കവർന്നത്. മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിയെ പോലീസ് പൊക്കിയത്. അറുപത്തിയാറുകാരിയായ സാവിത്രി വീട്ടിൽ തനിച്ചായിരുന്നു. അടുക്കളയിലെ ജോലിക്കിടെ രാവിലെ 10 മണിയോടെ കോളിംഗ് ബെൽ കേട്ടു. പിന്നാലെ സാവിത്രി എത്തി വാതിൽ തുറന്നു. ഉടനടി മോഷ്ടാവ് വീടിനകത്ത് കയറി വാതിലടച്ചു. തുടർന്ന് സാവിത്രിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണം കവരുകയായിരുന്നു. 2.25 പവൻ തൂക്കം വരുന്ന മാലയും കമ്മലുമാണ് നഷ്ടമായത്. ഞാൻ വെള്ളടിക്കുന്ന കട്ടപാടും തുറന്നു അതിന്റെ വെള്ളെടുത്തോന്നാട് ഒന്നപാട് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് വാതിലെടുത്ത് എന്റെ തൊണ്ടിയിൽ കൈയിട്ടിരുന്നു. തൊണ്ടി കൈയിട്ടിട്ട് ഇങ്ങനെ വിടുന്നില്ല. തൊണ്ടി കൈയിട്ട് വിടണ്ടേ എന്നാ പാട് കത്തി കണ്ടിട്ട് വന്ന് മുന്തി എങ്ങനെ കൊല്ലുന്നു എന്നാ പാട് അവിടെ മുന്തിയിട്ട് വന്ന മുന്തിയിട്ടിട്ട് വാതിൽ മാരി പറിച്ചിട്ട് പോയി. കവർച്ചയ്ക്ക് ശേഷം രാജേന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു. വീടും പരിസരവും അറിയാവുന്ന ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നിഗമനത്തിലെത്തിയിരുന്നു. 1 മാസം മുമ്പ് ഇതേ വീട്ടിൽ മരം മുറിക്കുന്നതിനായി രാജേന്ദ്രൻ ഉൾപ്പെടെ 3 പേർ എത്തിയിരുന്നു എന്ന വിവരം വീട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഇതിൽ രാജേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ പോലീസിന് സംശയം തോന്നി. തുടർന്ന് കസ്റ്റഡിയിലെടുത്തതോടെ രാജേന്ദ്രൻ കുറ്റം സമ്മതിച്ചു. കവർന്ന സ്വർണം കാഞ്ഞങ്ങാട്ടെ ജ്വല്ലറിയിൽ മാറ്റി പകരം ലഭിച്ച സ്വർണം പയ്യന്നൂരിൽ വിൽപ്പന നടത്തിയെന്നാണ് വിവരം. 24 കണ്ണൂർ.